അങ്ങനെ ആദ്യ ടി20 തന്നെ ഇംഗ്ലണ്ട് നാണം കെട്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. ഇന്ത്യ ഇന്ന് കത്തിക്കയറി, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് 132 റൺസിൽ ഓൾ ഔട്ടായി. പിന്നീട് 12 ഓവർ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ ബി ടീം ഇത്രയും അപകടകാരിയാണോ? ഞങ്ങൾ ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല. ഇംഗ്ലണ്ടിനെ പോലെ ഒരു മികച്ച ടീമിനെ ഇന്ത്യ ഇത്ര അനായാസമായിട്ട് തോൽപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. രോഹിത് ശർമ്മയും കോഹ്ലിയും ഒന്നുമില്ലാത്ത ഈ ബി ടീം എങ്ങനെയാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്? അഭിഷേക് മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അവൻ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അതുപോലെ സഞ്ജുവിന്റെ കീപ്പിങ്ങും. സഞ്ജു കീപ്പറായിട്ട് ടീമിലുണ്ടെങ്കിൽ എതിർ ടീമുകളൊന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. സഞ്ജുവിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ധോണിയാണ് ഓർമ്മ വന്നത്. കോച്ച് ഗംഭീർ ആയതുകൊണ്ടാണ് ഇന്ത്യ കളി ഇങ്ങനെ ജയിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ എപ്പോഴേ തോറ്റേനെ. ഇന്ത്യയുടെ ബി ടീമിന് ഇനി എല്ലാ ടീമുകളും ഭയക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ട് ഇങ്ങനെ മോശം കളി കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇന്ത്യ മികച്ച ടീമാണെന്ന് തന്നെയാണ്. ഇന്ത്യയുടെ ബി ടീമാണിതെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ മെയിൻ ടീമിനേക്കാൾ അപകടകാരിയാണ് ഈ ടീം. സഞ്ജു സൂര്യ അടങ്ങുന്ന മികച്ച ഒരു താരനിര ഇന്ത്യക്കുണ്ട്. സഞ്ജു ഓപ്പണിംഗിൽ മികച്ച ഒരു ഫയർ ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സഞ്ജു ഔട്ടായി മടങ്ങി. ആ ഒരു ഫോം ഏറ്റെടുത്തത് അഭിഷേകായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് സഞ്ജുവിന് സെഞ്ചുറി വരെ അടിക്കാൻ സാധിച്ചേനെ. പക്ഷെ സഞ്ജുവിന് ഭാഗ്യമില്ല. വരാൻ പോകുന്ന മത്സരങ്ങളിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇംഗ്ലണ്ട് ഇങ്ങനെ നാണം കെട്ട് തോൽക്കുമെന്ന് ആരും കരുതിയില്ല. ഇന്ത്യ 7 വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. വളരെ അനായാസമായിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.